ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ പായസമാണ്. ഓണമൊക്കെ ഇങ്ങ് എത്തിത്തുടങ്ങിയല്ലോ അല്ലേ? ഇത്തവണ ഓണത്തിന് സദ്യയിൽ നമുക്ക് ഈ ഒരു പായസം ഉണ്ടാക്കിയാലോ? എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്, പക്ഷേ ഇതൊരു സീസണൽ പായസമാണ് കേട്ടോ. ഏകദേശം അതിൻ്റെ സീസൺ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, എന്നാലും നമുക്ക് വീഡിയോ കണ്ടുവരാം. ഇത് നല്ല ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ തോലോട് കൂടിയാണ് ചക്കക്കുരു വേവിച്ച് വെക്കാറുള്ളത്. ഇപ്പോൾ കറി വെക്കാനാണെങ്കിലും തോരൻ വെക്കാനാണെങ്കിലും ഒക്കെ ഞാൻ തോലോട് കൂടി തന്നെയാണ് കുക്കറിലിട്ട് വേവിക്കുക. അതിന് ശേഷം എൻ്റെ തോലിളക്കി കളയുകയാണ് ചെയ്യുക. അപ്പോൾ തോലിളക്കി കളയുമ്പോൾ ആ ഒരു ചുവന്ന തോലുണ്ടല്ലോ, അത് ഞാൻ കളയാറില്ല. അത് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ പോകണ തോല് പോയിക്കോട്ടെ, പക്ഷെ എന്നാലും ബാക്കിയുള്ള ചുവന്ന തോല് ഞാൻ അടർത്തി കളയാറില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഈ എല്ലാ ചക്കക്കുരുവിൻ്റെയും തോലിതാ കളഞ്ഞ് ഇതുപോലെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. വല്ലാതെ വെന്തിട്ടില്ല, എന്നാൽ നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. ആ ഒരു രീതിക്കാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെടുത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരച്ചെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇനി അരച്ചെടുക്കേണ്ട ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ ആവാട്ടാ. ഞാനിത് ക്രഷ് ചെയ്യാണ് ചെയ്യണത്. ഇത് ഇടയ്ക്ക് കടിക്കാനുള്ള പാകത്തിന് നമുക്ക് കിട്ടണം, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ എൻ്റെത് ആ രീതിക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞു. ഇനി ഇതാ ബാക്കിയുള്ളതും ഇതേ രീതിക്ക് തന്നെ ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. വെള്ളമൊന്നും ചേർത്ത് അരയ്ക്കാത്തത് കൊണ്ട് തന്നെ ചിലതൊന്നും ഇതിൽ അരഞ്ഞു കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് അരയ്ക്കുന്ന കൂട്ടത്തിലേക്ക് ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ 2 ട്രിപ്പ് നമ്മളുടെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്കിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ചെയ്യാനുള്ള കാര്യമാണ്. അതായത് നാളികേരക്കൊത്ത് വറുത്തെടുക്കുക എന്നുള്ളത്. സാധാരണ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ലാസ്റ്റാണ് നാളികേരക്കൊത്ത് വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതും സംഭവം അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ ഞാൻ നാളികേരക്കൊത്ത് ആദ്യം ഒന്ന് വറുത്ത് മൂപ്പിച്ച് ഇവിടെ വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാന്നൊന്നുമില്ല കേട്ടോ, എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ആയാലും ചെയ്യാം. അപ്പോൾ ഏതായാലും നാളികേരക്കൊത്തിൻ്റെ കളറൊക്കെ മാറിയപ്പോഴത്തേക്ക് അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ്. നെയ്യ് അതിൽ നിന്ന് എടുക്കണില്ല കേട്ടോ, കൊത്ത് മാത്രമേ എടുക്കണുള്ളൂ. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതാ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചക്കക്കുരു അത് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി അതൊന്ന് വരട്ടിയെടുക്കണം. വരട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വരട്ടൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കുക. അതിന് വരട്ടുകയെന്നും പറയാൻ വയ്യ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, അങ്ങനെ പറയാം, അതാണ് നല്ലത്. അങ്ങനെ നമ്മുടെ നെയ്യിലേക്ക് ചക്കക്കുരു ക്രഷ് ചെയ്തത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം കുറച്ചുകൂടി നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. മിക്സ് ചെയ്ത് ഈ ചക്കക്കുരുവിൻ്റെ കളറൊന്നും മാറണ്ട കേട്ടോ, അങ്ങനത്തെ പരുവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാകും. അതിനുശേഷം ഞാനിവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു 6 അച്ച് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്, ചൂടാറണമെന്നൊന്നുമില്ല കേട്ടോ, ഞാൻ ആദ്യം തന്നെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് നമ്മുടെ ചക്കക്കുരുവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഈ കാണുന്ന ഈ കഷ്ണങ്ങൾ പോലെയുള്ളതൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് മിക്സായി പോകും കേട്ടോ. കണ്ടില്ലേ, ഇതാ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ചക്കക്കുരു മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. നേരത്തെ കണ്ട ആ കഷ്ണങ്ങളൊന്നും ഇതിൽ വലിയ രീതിക്കില്ല, പിന്നെ ഇതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവും. അത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്, എന്നാലേ നമുക്ക് പായസം കുടിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്തിട്ട് നല്ല രീതിക്ക് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടും ഈ ഒരു പ്രൊസീജിയർ ചെയ്യാട്ടോ. ഇപ്പം ഞാൻ ഈ ഒഴിച്ചു കൊടുക്കണുണ്ടല്ലോ 2ാം പാലാണേ. ഞാൻ ഒരു നാളികേരം എടുത്തിട്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കുന്നത്. ഒരു നാളികേരാണെങ്കിലും അത്യാവശ്യം വലുപ്പമുള്ള നാളികേരമായിരുന്നു കേട്ടോ. അതിലെ തമ്പാൽ ഞാൻ ആദ്യം തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 2ാം പാൽ ഇതാണ് ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഏലക്കായ ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഏലക്കായേൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുക. എനിക്കുണ്ടല്ലോ ഏലക്കായ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഏലക്കായ ഇടാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കി കളയാറില്ല. നമ്മുടെ അടപ്പായസത്തിലൊന്നും ഏലക്കായ ചേർക്കാറില്ല കേട്ടോ, പക്ഷേ ഈ ഒരു പായസത്തിൽ ഏലക്കായ മസ്റ്റാണ്. പക്ഷേ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ പായസത്തിൽ നാളികേരപ്പാലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിക്ക് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം.
വറ്റിച്ചെടുത്ത പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാട്ടാ. അങ്ങനെ ഇതാ നമ്മുടെ പായസം ഏകദേശമൊക്കെ ഒന്ന് വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചൂടാറുമ്പോഴത്തേക്ക് ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. അതിലാദ്യത്തേത് നമ്മുടെ നാളികേരപ്പാലാണ് കേട്ടോ, തമ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പായസം തിളപ്പിക്കരുത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പാലൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ചെയ്തു വെച്ച ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇപ്പം ചേർത്ത് കൊടുത്താലും മതി, പക്ഷേ ഞാൻ എന്തിനാണെന്നറിയില്ല, നേരത്തെ തന്നെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏത് നമ്മുടെ നാളികേരക്കൊത്ത് വറുത്തത്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ചൂടോടുകൂടി ഈ ഒരു പായസം കുടിക്കാനുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ചക്കക്കുരു പായസത്തിന്. ഈ ഒരു പായസം ഇതുവരെ തയ്യാറാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ, തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഈ ഒരു പായസം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര നഷ്ടം തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ ചുമ്മാ പറയുന്നല്ല കേട്ടോ. ഒരു തവണയെങ്കിലും ചക്കക്കുരു പായസം ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും അത് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാ, ഈ ഓണം ചക്കക്കുരു പായസത്തിൻ്റെ ഒപ്പം അല്ലേ?